നമസ്കാരം. ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോ ഇടതുപക്ഷത്ത് ചില മുറുമുറുപ്പുകളും കൂട്ടയടിയുമൊക്കെ നടക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയണം എന്നൊക്കെ വളരെ ശക്തമായി പറഞ്ഞു. അങ്ങനെ ക്യാപ്സ്യൂളുകളുടെ മുകളിൽ ക്യാപ്സ്യൂളുകളും ആ സ്റ്റേറ്റ്മെന്റുകളുമായിട്ടൊക്കെ ഇങ്ങനെ കളം നിറഞ്ഞു നിന്ന CPM നേതാക്കൾക്കെതിരെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ, CPMന്റെ ഉന്നത നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരൊക്കെ പറയുന്നു, വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ സ്വയമേ ചൊറിഞ്ഞ് മണപ്പിച്ച് അവസാനം കുഴപ്പത്തിലാക്കി എന്നാണ് പറയുന്നത്. അത് പറഞ്ഞതിൽ പ്രമുഖൻ ഒന്ന് മുകേഷും ശശിയും PK ശശിയും ശശീന്ദ്രൻ മന്ത്രിയും അതേപോലെ ഗണേഷ് കുമാറും അങ്ങനെ തോമസ് ഐസക് തുടങ്ങി വലിയൊരു നിര. ആ നിര എന്ന് പറയുന്നത് ഇവർ കോഴി ഫാം എന്നൊക്കെയാണല്ലോ പറഞ്ഞ് കളിയായിക്കൊണ്ടിരുന്നത്. കോഴി ഫാം ഒന്നും അല്ല, അത് വലിയൊരു നിര തന്നെയാണ്. ആ നിര ഇപ്പോ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ചെന്നാൽ ഇവർ തടയും. പക്ഷെ തടഞ്ഞാൽ മുകേഷിനെ എങ്ങനെ തടയാൻ വേണ്ടി നിർത്തും? നിയമസഭാ സാമാജികരെല്ലാം വേണ്ടി തടയണ്ടേ? മുകേഷ് എങ്ങനെ ഇറങ്ങിച്ചെന്ന് തടയും? ഗണേഷ് എങ്ങനെ ഇറങ്ങിച്ചെന്ന് തടയും? അതേപോലെ തോമസ് ഐസക് എങ്ങനെ? അങ്ങനെ ഒരുപാട് പേർ ഇവരെന്ത് ചെയ്യും എന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു ഗുണം കിട്ടി. നേരത്തെ ഉണ്ടായിരുന്നതിലും കൂടുതൽ ഇമേജ് കൂടി വരുന്നു എന്നൊരു സംശയം. അതും പറ്റുന്നുകൊണ്ടല്ല, എല്ലാവരും കൂടി ആ ചെറുക്കൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി ചെന്നപ്പോൾ കുറച്ചാളുകളെങ്കിലും ഒരു തീരുമാനമെടുത്തു, ഒന്ന് കൂടെ നിന്ന് കളയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പരാതിക്കാരിയില്ല. ഇത് പറഞ്ഞു മടുത്തതാണ്, എങ്കിലും പറയുകയാണ്. ഒരു പരാതിക്കാരിയില്ല. ആ ഗർഭം എവിടെയാണെന്നറിയില്ല. ആ കുട്ടിയെ ഗർഭചിത്രം ചെയ്തോ എന്നറിയില്ല. ആ കുട്ടി ജനിച്ചോ എന്നറിയില്ല. ഇനി ഗർഭചിത്രം ചെയ്തെങ്കിൽ അതെവിടെ, എങ്ങനെ, ഏത് രീതിയിൽ? ഇവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മി കൊത്താനുണ്ടോ എന്ന് രേവതി ഒരു സിനിമയിൽ പണ്ട് വിളിച്ചു ചോദിച്ച് നടന്ന പോലെ ഇപ്പോ വാദിയെ അന്വേഷിച്ച് നടപ്പാണ്. സാധാരണ പോലീസിന്റെ പണി, പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയൊക്കെ പണി പ്രതിയെ അന്വേഷിച്ച് നടക്കലാണ്. പ്രതി എവിടെ എന്നാണ് അന്വേഷിക്കുന്നത്. പ്രതി എവിടെ പോയാലും ഞങ്ങൾ പൊക്കും എന്നാണ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വാദി എവിടെ ഉണ്ടെങ്കിലും പൊക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരാൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. അയാളെ പീഡിപ്പിച്ചിട്ടില്ല, അയാൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടില്ല, അയാൾക്കെതിരെ ഒരു കാര്യങ്ങളും ചെയ്യാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ ഒരു കച്ചുത്തുരുമ്പായി ക്രൈംബ്രാഞ്ചിന്. ഇപ്പൊ ക്രൈംബ്രാഞ്ച് കേരളം വിട്ടും ഓടുന്നുണ്ടെന്നാണ് അറിയുന്നത്. നെട്ടോട്ടം ഓടുകയാണ്. ഈ നെട്ടോട്ടം ഓടുന്നത് മുഴുവൻ എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഒരു വാദിയെ കിട്ടണം. ഒരു വാദിക്ക് 10 ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിക്കുന്ന പോകുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു 10 ലക്ഷം രൂപ ഇനാം കൊടുത്താലെങ്കിലും ഒരു വാദിയെ കിട്ടണം. അങ്ങനെ വാദിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോ ക്രൈംബ്രാഞ്ചും പോലീസും. ഒരു ഗതികേട് നോക്കണേ. സാധാരണ ഒരു കേസുകൾ വരുമ്പോൾ പ്രതി അന്വേഷിച്ച് ലോകമെല്ലാം നടക്കുന്ന പോലീസിനൊപ്പം വാദി അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോകും. പാലക്കാട് ഞങ്ങൾ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ പിന്നോട്ട് പോയി. ഇപ്പോ സഖാക്കന്മാരൊക്കെ എന്ത് കിട്ടിയാലും ചിലപ്പോൾ വിഴുങ്ങിന്നിരിക്കും. ഈ കട്ട സഖാക്കന്മാരുണ്ട്, മേളിൽ നിന്ന് എന്തു പറഞ്ഞാലും അവരത് വിഴുങ്ങും. അല്ലാതെ അവർക്ക് മറുത്തൊരു ചോദ്യമൊന്നുമില്ല. ഇതെന്തിന്, എങ്ങനെ, എവിടുന്ന് എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ പകൽ, രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി. അത് അവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കേണ്ട. എന്താണെങ്കിലും ഈ സഖാക്കന്മാരും ഒക്കെ ഇപ്പൊ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ ചെറുക്കൻ എവിടെയെങ്കിലും പോയേനെ, ആർക്ക് ഗർഭമുണ്ടാക്കിയാൽ നമുക്കെന്ത്, ഇതിന്റെ പുറകെ നടന്ന് നാറി എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോ കോൺഗ്രസിൽ എന്തായാലും ഒരു ഗുണം കിട്ടി. കോൺഗ്രസിലെ ഈ അടഞ്ഞു കിടന്ന അധ്യായങ്ങളെല്ലാം കൂടെ ഒന്ന് തുറന്നു. കുറച്ചാളുകൾ ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ നേരത്തെയുള്ള ചില 1-2 പെൺകേസിലെ പ്രതികളൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശിക്കാൻ ചെല്ലുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും. ആ സാരമില്ല, പോട്ടെ, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ LDFന്റെ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിലിരിക്കുന്ന ഈ മന്ത്രിമാരും
ചില MLA മാരും ഈ പുറത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകളുമൊക്കെ എന്തു പറഞ്ഞ് ഇതിൽ നിന്ന് തല ഊരുമോ എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. അതെന്താണെങ്കിലും വാരിക്കുന്തം പോലെ സഖാക്കന്മാരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയ്ക്കൂടെ നികേഷ് കുമാർ പറയുന്നത് കേട്ടു. നികേഷ് കുമാറാണ് ഇപ്പോ മീഡിയ സെല്ലിന്റെ തലവൻ. അതായത് റിപ്പോർട്ടർ ചാനലിലെ ആദ്യത്തെ MD ആയിരുന്നു. റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തിൻ്റെതായിരുന്നു. പുള്ളി കൊണ്ടുവന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അത് വിറ്റു. അത് വിറ്റത് നല്ല പാർട്ടിക്കാണ്, ട്രീ കട്ടിങ് ടീമിനാണ് വിറ്റത്. അപ്പൊ അതുകൊണ്ട് അതിന് ചില ഗുണങ്ങളൊക്കെ അത് കണ്ടു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യമൊക്കെ ഈ പച്ചക്കള്ളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിവിടുന്നത്. അങ്ങനെ ഈ മരമുറി ചാനലും ഈ നികേഷ് കുമാറും എല്ലാം കൂടി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. എല്ലാ ദിവസവും ക്യാപ്സ്യൂളുകൾ നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം. VD സതീശനെതിരെ എല്ലാ ദിവസവും കാർഡുകൾ ഇറക്കണം. മിനിമം ഒരു 4-5 വീഡിയോയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിരക്കണം. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ VD സതീശനെ ചീത്ത പറയണം, രാഹുൽ മാങ്കൂട്ടത്തിനെ ചീത്ത പറയണം, പറ്റുമെങ്കിൽ ഷാഫിയെയും. പക്ഷേ ഷാഫി ഇപ്പോൾ ഇത് ഒഴിവാക്കി നിർത്തി. കാരണം അങ്ങോട്ടേക്ക് കയറാൻ ചെന്നപ്പോൾ തന്നെ പണി പല സ്ഥലത്തു നിന്നും കിട്ടിത്തുടങ്ങി. കോഴിക്കോട് നിന്നും വടകരയിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ കിട്ടിത്തുടങ്ങി എന്നറിഞ്ഞപ്പോ അതങ്ങ് മാറ്റിവെച്ചു. ബാക്കിയുള്ള എല്ലാവരും കൂടി തലയിൽ കയറുന്നതിന് മുമ്പ് ക്യാപ്സ്യൂളുകളും കാർഡുകളും വാർത്തകളുമായി അങ്ങ് കളം നിറയണം എന്നാണ് നികേഷ് കുമാറും പറയുന്നത്. എന്റെ നികേഷ് കുമാറെ സുഹൃത്താണല്ലോ, എത്ര കളം നിറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കണം. തെളിവില്ലാത്ത അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയാൽ അത് ഏത് മരമുറി ചാനലാണെങ്കിലും ആരാണെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അവസാനം ഇതിനൊരു പരിണിത ഫലം ഉണ്ടാകും, അത് ഉറപ്പാണ്. അത് എപ്പോഴാണെന്ന് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി എന്ന് മാത്രമേ ഈ പാവപ്പെട്ടവന് പറയാനുള്ളൂ.